തംബ്നെയിൽ കണ്ടിട്ട് ആരും എക്സൈറ്റഡ് ആവുകയോ, നിരാശരായിട്ട് എന്നെ തെറിവിളിക്കുകയൊന്നും ചെയ്യല്ലേ. പ്രോംപ്റ്റ് വെച്ച് ഞാൻ ചെയ്തതാ. അതുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. എന്താ വരുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ഈ ആരാധകർക്ക് സന്തോഷിക്കണോ, ആശ്വസിക്കണോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ ഫ്രാഞ്ചൈസി ഓണേഴ്സിന് ഇപ്പോൾ ഒന്ന് ആശ്വസിക്കാം. കാരണം ഈ ഒരു സീസണിലേക്ക് തൽക്കാലത്തേക്ക് റെലഗേഷൻ എന്ന പരിപാടി ഒഴിവാക്കാനാണ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം. അതിന്റെ കാരണം നിലവിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഡയമണ്ട് ഹാർബർ എഫ് സി ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാത്തതുകൊണ്ട് 14 ടീമുകൾ എന്നതിൽ നിന്ന് 13 ടീമുകൾ മാത്രമായിരിക്കും ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുണ്ടാവുക. ഡയമണ്ട് ഹാർബർ എഫ് സിയുടെ ഒരു വാക്കും അതുപോലെ തന്നെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാന സ്ഥാനക്കാരെ രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തുക എന്നുള്ള നടപടിയിൽ നിന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുകാരും പിൻവലിയാനാണ് സാധ്യത. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്തവണ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാർ പോലും തരം താഴ്ത്തൽ ഭീഷണിയിൽ ഉണ്ടായിരിക്കില്ല. അവരെ തരം താഴ്ത്തത്തില്ല. തൊട്ടടുത്ത സീസണിൽ ISL അവസാന സ്ഥാനക്കാർക്കും കളിക്കാൻ പറ്റും. കൂടുതലൊന്നുമില്ല. പിന്നെ കുറേ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങ് ഫ്രസ്ട്രേഷൻ ആയതുകൊണ്ട് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ എവിടെ പോയി നിൽക്കുവാവും.